PSC ജോബ് വിന്നറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് പോർഷനാണ്. ഇംഗ്ലീഷ് പോർഷനിൽ നിന്നുള്ള യൂസേജസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുൻപേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, ക്ലാസ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. അപ്പോൾ നമുക്ക് നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐ യൂസ്ഡ് ടു ഡാഷ് വെൻ ഐ വാസ് എ ചൈൽഡ് എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഡാൻസ്, ഡാൻസിങ്, ഡാൻസ്ഡ്, ഡാൻസസ് എന്നാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വിശദമായിട്ട് നോക്കാം. ഐ യൂസ്ഡ് ടു എന്നതിന് ശേഷമാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം വെർബിൻ്റെ ഫോമാണല്ലോ. നമുക്ക് സബ്ജക്റ്റ് നോക്കി, ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്. ദെൻ അതിന് എന്ത് വന്നിരിക്കുന്നു? യൂസ്ഡ് ടു എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഐക്ക് ശേഷം, ഐ എന്ന സബ്ജക്റ്റിന് ശേഷം യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ ഏത് ഫോം യൂസ് ചെയ്യണം? വെർബിൻ്റെ V1 ഫോം യൂസ് ചെയ്യണം. അപ്പോൾ ഓപ്ഷനിലെ വെർബിൻ്റെ V1 ഫോം വരുന്നത് ഏതാണ്? ഡാൻസ് എന്നതാണ് വെർബിൻ്റെ V1 ഫോമായിട്ട് വരുന്നത്. ഡാൻസിങ് ആകുമ്പോൾ എന്തായി പോകും? ING ഫോമാണ്, വെർബിൻ്റെ ING ഫോമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാ വേണ്ടത്? വെർബിൻ്റെ V1 ഫോമാണ് വേണ്ടത്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഡാൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു യൂസേജ് എന്താണ്? ഐ എന്ന സബ്ജക്റ്റിനോട് കൂടെ യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ട് ചേർന്ന് വരുന്ന വെർബ് ഏത് ഫോം ആയിരിക്കണം? വെർബിൻ്റെ V1 ഫോം ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലസ് യൂസ്ഡ് ടു വന്നാൽ V1 ഫോം യൂസ് ചെയ്യണം. വ്യക്തമായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷീ ഈസ് യൂസ്ഡ് ടു ഡാഷ് ലൈറ്റ് ഓൺ വീക്കെൻഡ്സ്. ഓപ്ഷൻസ് സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലീപ്പിംഗ്, ഇൻ സ്ലീപ്പിംഗ്. നമ്മൾ ആദ്യം പഠിച്ചതും ഇതും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു തന്നിരുന്നത്? സബ്ജക്റ്റിനോട് കൂടെ യൂസ്ഡ് ടു തന്നിരിക്കുകയായിരുന്നു. എങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ സബ്ജക്റ്റ് ഷീ എന്ന് വന്നിട്ടുണ്ട്. പക്ഷേ യൂസ്ഡ് ടുവിന് മുമ്പായിട്ട് എന്ത് ചേർത്തിരിക്കുന്നു? ഈസ് എന്ന ഓക്സിലറി വെർബ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റിനോടൊപ്പം അല്ലെങ്കിൽ സബ്ജക്റ്റിന് ശേഷം ഏതൊക്കെ വരാം? ആം, ഈസ്, ആറ്, വാസ് അല്ലെങ്കിൽ വെയർ. അതിനുശേഷം യൂസ്ഡ് ടു വരികയാണെങ്കിൽ വെർബിൻ്റെ ഏത് ഫോം യൂസ് ചെയ്യാം? സ്ലീപ്പിംഗ് എന്ന ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സബ്ജക്റ്റിനോട് കൂടെ ചേർന്ന് ഓക്സിലറി വെർബ്സായ ആം, ഈസ്, ആർ, വാസ് ഓർ വെയർ വന്നതിന് ശേഷം യൂസ്ഡ് ടു വരികയാണെങ്കിൽ വെർബിൻ്റെ ING ഫോം യൂസ് ചെയ്യണം. വ്യക്തമാണല്ലോ. അപ്പോൾ തന്നിരിക്കുന്ന ഫോം കണ്ടല്ലോ. ആദ്യം പഠിച്ചത് എന്തായിരുന്നു? സബ്ജക്റ്റിന് ശേഷം യൂസ്ഡ് ടു വരികയാണെങ്കിൽ വെർബിൻ്റെ V1 ഫോമും, സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി വെർബായ ആം, ഈസ്, ആർ, വാസ് ഓർ വെയറിന് ശേഷം യൂസ്ഡ് ടു വരികയാണെങ്കിൽ വെർബിൻ്റെ ING ഫോമും യൂസ് ചെയ്യണം. മൂന്നാമത്തെ യൂസേജ് നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് നോ യൂസ് ഡാഷ് ടു ഹിം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ടോക്ക്, ടോക്കിംഗ്, ടോക്സ്, ടോക്ഡ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇറ്റ് ഈസ് നോ യൂസ് എന്നുള്ളതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ് ഇറ്റ് ഈസ് നോ യൂസ് എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് ഈസ് നോ യൂസിന് ശേഷം വരേണ്ട വെർബിൻ്റെ ഫോം എന്താണ്? ഇവയ്ക്ക് ശേഷം വരേണ്ട വെർബ് ING ഫോം ആയിരിക്കണം. കണ്ടോ, ലെഫ്റ്റിൽ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നോ യൂസ്, ദർ ഈസ് നോ യൂസ്, ഇറ്റ് വാസ് നോ യൂസ്, ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് വാസ് നോ ഗുഡ്. ഇങ്ങനെ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ, അതായത് നമ്മളിപ്പോൾ വായിച്ച ഈ 5 ഫോംസിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ടിങ് ഇറ്റ് ഈസ് നോ യൂസ് എന്നോ, ദർ ഈസ് നോ യൂസ്, ഇറ്റ് വാസ് നോ യൂസ്, ഇറ്റ് ഈസ് നോ ഗുഡ് അല്ലെങ്കിൽ ഇറ്റ് വാസ് നോ ഗുഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വെർബിൻ്റെ ഫോം എന്തായിരിക്കണം? വെർബിൻ്റെ ING ഫോമാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ വരേണ്ടത്? ടോക്കിംഗ് എന്നുള്ളതാണ് ആൻസർ വരേണ്ടത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 3 യൂസേജസ് ആണ് വരുന്നത്. സബ്ജക്റ്റിന് ശേഷം യൂസ്ഡ് വരുമ്പോൾ വെർബിൻ്റെ V1 ഫോം, സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി വെർബായ ആം, ഈസ്, ആർ, വാസ് ഓർ വെയർ വന്നതിന് ശേഷം യൂസ്ഡ് ടു വരികയാണെങ്കിൽ വെർബിൻ്റെ ING ഫോം. അതേപോലെ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് നോ യൂസ് എന്നോ, ദർ ഈസ് നോ യൂസ്, ഇറ്റ് വാസ് നോ യൂസ്, ഇറ്റ് ഈസ് നോ ഗുഡ് എന്നോ അല്ലെങ്കിൽ ഇറ്റ് വാസ് നോ ഗുഡ് എന്നോ ആണെങ്കിൽ അവിടെ അതിനുശേഷം വരേണ്ട വെർബ് എന്ന് പറയുന്നത് വെർബിൻ്റെ ING ഫോം ആയിരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വ്യക്തമായി കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ ക്ലാസ് വീണ്ടും ഒരു 1 അല്ലെങ്കിൽ 2 വട്ടം കൂടി എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേണെങ്കിൽ മാത്രമേ നമുക്ക് യൂസേജസ് മനസ്സിലാവുകയുള്ളൂ.
അപ്പോൾ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.